സോ ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മെത്തേഡ്സ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ടിങ് ആണ്. അതായത് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ ബ്രാഞ്ചിൽ അക്കൗണ്ട്സിൽ നമ്മൾ ആദ്യം ഡെറ്റർ സിസ്റ്റമാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഡെറ്റർ സിസ്റ്റത്തിൽ കോസ്റ്റ് പ്രൈസ് മെത്തേഡാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് അക്കൗണ്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളത് നോക്കിയിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കി. ഇനി ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് ചില ഐറ്റം മിസ്സിങ് ആയിരിക്കാം. അപ്പം ഓരോ ഐറ്റം മിസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് സെപ്പറേറ്റ് ഒരു അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഒരു മെമ്മറാൻഡം അക്കൗണ്ട്സും കൂടെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മാത്രമല്ല, നമ്മൾ ഓൾറെഡി ഈ ഒരു സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ, അതായത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു കൺവേർഷൻ മെത്തേഡ് അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ അക്കൗണ്ട്സ്, മിസ്സിംഗ് ഫിഗേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എല്ലാ അക്കൗണ്ട്സ് ഒന്നുമില്ല, നമുക്ക് 2 അക്കൗണ്ട്സ് ഇവിടെയും നോക്കേണ്ടതുണ്ട്. അതിൽ ഈ ഒരു അക്കൗണ്ട്സ് അല്ലെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് 2 മെമ്മോറാൻഡം അക്കൗണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ട ഫോർമാറ്റ് പഠിക്കാനുള്ളത്. അതായത് ചില ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ്, അതല്ലെങ്കിൽ ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, ഈ 3 ഇൻഫോർമേഷനിൽ ഏതെങ്കിലും ഒന്ന് തരാതിരിക്കുന്ന ക്വസ്റ്റ്യൻ, അതായത് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടില്ല, ഇതല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ് തന്നിട്ടില്ല, അല്ലെങ്കിൽ ഇത് രണ്ടും തന്നിട്ടുണ്ട്, ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെറ്റേഴ്സ് എത്രയാണെന്ന് തന്നിട്ടില്ല. ഈ 3 ഇൻഫർമേഷൻ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് മെമ്മോറാൻഡം ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്. അതായത് ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഈ ഒരു ഓപ്പണിംഗ് ബാലൻസോ അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസോ എന്താണെന്നുണ്ടെങ്കിലും അത് കിട്ടേണ്ട രീതിയിലുള്ള മറ്റ് ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ടാകും. അത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഒന്നുമില്ല, ഈ ഒരു അക്കൗണ്ട് ഇതേപോലെ പഠിച്ച് വയ്ക്കുക. ഒന്നെങ്കിൽ ഇതേ ഫോർമാറ്റ് ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഡെറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറയുമ്പം നമുക്കറിയാം, അതിൽ ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് കൂടുന്ന, അല്ലെങ്കിൽ ഡെറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു അസറ്റാണ്. അത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് കൂടുന്നുണ്ടോ അതൊക്കെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ മാർക്ക് ചെയ്യും. ആ ഒരു ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് എങ്ങനെയൊക്കെ നമുക്ക് കുറയുന്നുണ്ടോ അങ്ങനെ കുറയുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ബാലൻസ് കുറയ്ക്കുന്ന രീതിയിലുള്ള എല്ലാ ഐറ്റം നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ജനറൽ ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ക്രെഡിറ്റ് സെയിൽസും അതുപോലെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സും ആണ്. ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് കൂടുകയാണ് ചെയ്യുക. അപ്പം ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് കൂടുന്ന ഐറ്റമൊക്കെ നമ്മൾ ഡെബിറ്റ് സൈഡായിരിക്കും മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ക്രെഡിറ്റ് സൈഡ് 4-5 ഐറ്റം തന്നിട്ടുണ്ട്. ഒന്ന് ക്യാഷ് ഓർ ബാങ്ക് ആണ്. അതായത് ക്യാഷ് ഓർ ബാങ്ക് ഡെറ്റേഴ്സ് അടച്ചിരിക്കുന്ന എമൗണ്ട്, നമുക്കൊരു 1000 രൂപേൻ്റെ ഡെറ്റേഴ്സ് ഉണ്ട്. അതിൽ 500 രൂപ ഒരു ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കിട്ടാക്കടാണ്, മീൻസ് അത് നമുക്ക് പൈസ തരാനുള്ളവരാണ്. ആ പൈസ തരാനുള്ളവരിൽ 500 രൂപ നമുക്ക് തന്നു കഴിഞ്ഞാൽ ബാലൻസ് 500 കൂടിയേ ഡെറ്റേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എത്ര രൂപ അവർ അടയ്ക്കുന്നോ അതിനനുസരിച്ച് ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് കുറയുന്നുണ്ട്. അപ്പോൾ അവരടയ്ക്കുന്ന ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറയുന്നത് ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് കുറയ്ക്കും. അപ്പോൾ അത് നമ്മൾ ക്രെഡിറ്റ് സൈഡാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സെയിൽസ് റിട്ടേൺ ആണ് ക്രെഡിറ്റ് സൈഡിലുള്ള രണ്ടാമത്തെ ഐറ്റം. സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടാകുന്നതിനനുസരിച്ച് ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് കൂടും. അതിനനുസരിച്ച് റിട്ടേൺസ് വരികയാണെന്നുണ്ടെങ്കിൽ, വിറ്റുപോയ സാധനത്തിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ളത് കാരണം അത് നമുക്ക് തിരിച്ച് റിട്ടേൺ വരികയാണെന്നുണ്ടെങ്കിൽ അത്ര തന്നെ ഡെറ്റേഴ്സ് അവിടെ കുറഞ്ഞു. ഓക്കെ, അപ്പോൾ സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നതും ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് കുറയ്ക്കും. അത് നമ്മൾ ക്രെഡിറ്റ് സൈഡ് എൻ്റർ ചെയ്യേണ്ട ഐറ്റമാണ്. നെക്സ്റ്റ് ബാഡ് ഡെറ്റ് ആണ്. നമുക്ക് 1000 രൂപേൻ്റെ ഡെറ്റേഴ്സ് നിലവിലുണ്ട്. അതിൽ ഒരു 200 വാല്യൂ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. ബാഡ് ഡെറ്റ് ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി 800 നമുക്ക് പിന്നെ ഡെറ്റേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാഡ് ഡെറ്റ് കൂടുന്നതിനനുസരിച്ച് ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് കുറയും. അപ്പോൾ അതുകൊണ്ട് ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് കുറയ്ക്കുന്നതാണ് ബാഡ് ഡെറ്റ്. സോ അത് നമ്മൾ ക്രെഡിറ്റ് സൈഡാണ് മാർക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഡിസ്കൗണ്ട് അലൗഡ് ആണ്. അതായത് നമുക്ക് ഒരു 1000 ഡെറ്റേഴ്സ് ഉണ്ട്, 1000 രൂപേൻ്റെ വാല്യൂ വർത്ത് ഡെറ്റേഴ്സ് ഉണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഡെറ്റേഴ്സിൻ്റെ എമൗണ്ടൊക്കെ കളക്ട് ചെയ്യേണ്ടതുണ്ട്.
അപ്പോൾ അവരോട് അവർ ഫുൾ എമൗണ്ട് തരേണ്ട ആവശ്യമില്ല, 800 രൂപ മാത്രം തന്നാൽ മതി, ബാക്കി 200 നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരിക എന്ന് പറയാമെന്നുണ്ടെങ്കിൽ ആ 200 രൂപേൻ്റെ ഡെറ്റേഴ്സ് അവിടെ കുറയും, നമുക്ക് 800 കിട്ടുള്ളൂ. അപ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നതും നമ്മളെ ഡെറ്റേഴ്സിൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. സോ അതും നമ്മൾ ക്രെഡിറ്റ് സൈഡാണ് കാണിക്കുന്നത്. ദെൻ ഫൈനലി ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ്. ഇതാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഡെബിറ്റ് സൈഡ് ആകെ 2 ഐറ്റമേ ഉള്ളൂ, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ്. ക്രെഡിറ്റ് സൈഡ് വരുന്നത് ക്യാഷ് ഓർ ബാങ്ക്, സെയിൽസ് റിട്ടേൺ, ബാഡ് ഡെറ്റ്, ഡിസ്കൗണ്ട് അലൗഡ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ്. ഇത്രയായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടെത്തേണ്ടി വരിക ഒന്നെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ് ആയിരിക്കാം, ഓർ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഈ ക്യാഷ് ഓർ ബാങ്ക് കളക്റ്റഡ് എന്ന് പറയുന്ന എമൗണ്ട് ആയിരിക്കാം. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും നമുക്ക് ക്വസ്റ്റ്യനിൽ തരാത്തത്, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് ഉള്ളതാണ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, അതല്ലെങ്കിൽ ഗുഡ്സ് റിസീവ്ഡ് ഫ്രം HO, അല്ലെങ്കിൽ ക്യാഷ് സെയിൽസിൻ്റെ എമൗണ്ട്, ഇക്കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം നമുക്ക് ഈ പറയുന്ന ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. മെയിനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, അല്ലെങ്കിൽ ഗുഡ്സ് റിസീവ്ഡ് ഫ്രം HO ഓർ ഗുഡ്സ് റിട്ടേൺ ടു HO, ഈ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിലും നിങ്ങൾ ഈ ഒരു ഫോർമാറ്റ് തന്നെ പഠിച്ച് വയ്ക്കുക. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ് സ്റ്റോക്ക് ആയിരിക്കും ഫസ്റ്റ് ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റം. നെക്സ്റ്റ് ഗുഡ്സ് റിസീവ്ഡ് ഫ്രം HO, നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്ന, അതായത് സ്റ്റോക്കിൻ്റെ അളവ് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സൈഡ് കാണിക്കും ഡെബിറ്റ് സൈഡിൽ. അപ്പോൾ HOന്ന് നമ്മൾ എത്ര എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ടോ, ഗുഡ്സായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ടോ, അത് നമ്മൾ ഡെബിറ്റ് സൈഡ് കാണിക്കുക. ഇനി ക്രെഡിറ്റ് സൈഡ് കാണിക്കേണ്ടത് സ്റ്റോക്കിൻ്റെ അളവ് കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. അതായത് സെയിൽസ്, ക്യാഷ് സെയിൽസ് ആണെങ്കിലും ക്രെഡിറ്റ് സെയിൽസ് ആണെന്നുണ്ടെങ്കിലും എന്താണ് ചെയ്യുക, സെയിൽസ് നടക്കുമ്പോൾ അത്രയും സ്റ്റോക്ക് നമ്മൾ അടുത്തുനിന്ന് കുറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ക്രെഡിറ്റ് സൈഡ് കാണിക്കേണ്ട 2 ഐറ്റമാണ്, സെയിൽസ് ഏതാണെന്നുണ്ടെങ്കിലും. ദെൻ ക്ലോസിംഗ് ബാലൻസ് ഓഫ് സ്റ്റോക്ക്, പിന്നെ ഗുഡ്സ് റിട്ടേൺഡ് ടു HO, നമ്മൾ HOക്ക് അല്ലെങ്കിൽ ഹെഡ് ഓഫീസിലേക്ക് തിരിച്ചയച്ചിരിക്കുന്ന സ്റ്റോക്ക്, അങ്ങനെ നമ്മൾ അയച്ചാൽ നമ്മളെ ബ്രാഞ്ചിൽ നിന്ന് സ്റ്റോക്കിൻ്റെ അളവ് കുറയുന്നില്ലേ. അപ്പോൾ ആ രീതിയിൽ സ്റ്റോക്കിൻ്റെ അളവ് കുറയുന്നതൊക്കെ നമ്മൾ ക്രെഡിറ്റ് സൈഡും, കൂടുന്ന ഐറ്റം ഡെബിറ്റ് സൈഡും കാണിക്കുന്നു. ഇതാണ് 2 മെമ്മോറാൻഡം അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇത് കമ്പൽസറി അക്കൗണ്ട് അല്ല, എപ്പം മാത്രം നമ്മൾ ഉണ്ടാക്കേണ്ടതുള്ളൂ, ക്വസ്റ്റ്യനിൽ ഈ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ മിസ്സിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അക്കൗണ്ട് നോക്കിയിട്ട് നമ്മൾ മിസ്സിങ് ഫിഗേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ മെമ്മോറാൻഡം അക്കൗണ്ട്സ് 2 എണ്ണമാണ് ബ്രാഞ്ച് അക്കൗണ്ട്സിൽ വരുന്നത്. ഒന്ന് ഡെറ്റേഴ്സ് അക്കൗണ്ടും രണ്ടാമത്തത് സ്റ്റോക്ക് അക്കൗണ്ടും. നമുക്ക് നേരെ ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. മിസ് കരുണ ട്രേഡേഴ്സ് ഓഫ് കാലിക്കറ്റ് ഹാവ് their branch at Vadagara. Prepare branch account from the following particulars relating to the year ending 31st March 2025. അതിൽ നമുക്ക് ഓപ്പണിംഗ് ബാലൻസും അതുപോലെ ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട് കുറച്ച് ഐറ്റത്തിൻ്റെ. അത് ഏതൊക്കെയാണ്? സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച്, ബ്രാഞ്ച് ഡെറ്റേഴ്സ്, ബ്രാഞ്ച് പെറ്റി ക്യാഷ്, ഫേർണിച്ചർ, പ്രീപെയ്ഡ് ഇൻഷുറൻസ്, ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ഇതിൽ പ്രീപെയ്ഡ് ഇൻഷുറൻസ് വരെയുള്ള ഐറ്റം എന്ന് പറയുന്നത് അസറ്റ്സ് ആണ്. അതേസമയം ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറയുന്നത് കൊടുക്കാനുള്ള സാലറി, അതായത് ലയബിലിറ്റിയും ആണ്. ഇനി അതിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്രീപെയ്ഡ് ഇൻഷുറൻസിൻ്റെയും ഫേർണിച്ചറിൻ്റെതും ക്ലോസിംഗ് ബാലൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അത് ഒരു മിസ്സിങ് ഫിഗറാണ്, അത് നമ്മൾ കണ്ടെത്തണം. പക്ഷെ അത് നമ്മൾ നേരത്തെ പറഞ്ഞ അക്കൗണ്ട് വെച്ചിട്ടല്ല, അതിന് വേണ്ട ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് അക്കൗണ്ട്സിൻ്റെ ആവശ്യമില്ല, നമുക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി താഴേക്ക് നോക്കുന്ന സമയത്ത് ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ടുക്ക് പ്ലേസ് ഡ്യൂറിങ് 2024-25 ഏതൊക്കെയാണ്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഇനിയുള്ളത് ഓപ്പണിംഗ് ക്ലോസിംഗ് ബാലൻസ് എന്നുള്ള രീതിയിലല്ല തന്നിട്ടുള്ളത്, ഒരു ഇന്നർ കോളം ഔട്ടർ കോളം എന്ന് മാത്രം അതിനെ കൺസിഡർ ചെയ്താൽ മതി. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 2 lakh. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് നമ്മൾ എവിടെ കാണിക്കേണ്ടത്? ഡെബിറ്റ് സൈഡിലാണ്. ബ്രാഞ്ചിലേക്ക് അയച്ചിരിക്കുന്നതിനെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ദെൻ സെയിൽസ്, അതിൽ ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും തന്നിട്ടുണ്ട്. 2 lakh. ഓക്കെ,
ക്യാഷ് സെയിൽസ് നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്? ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അതെന്തിനാണ് ക്രെഡിറ്റ് സൈഡ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ക്യാഷ് സെയിൽസ് ആയിട്ട് എത്ര രൂപ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ അത്രയും എമൗണ്ട് നമ്മൾ അതേ ദിവസം ഹെഡ് ഓഫീസിലേക്ക് അയക്കുന്നതായിട്ട് കാണിക്കണം. ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കണം. ഓക്കെ. ദെൻ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്, അതിൻ്റെ എമൗണ്ട് നമുക്ക് തന്നിട്ടില്ല, അത് നമ്മൾ കണ്ടെത്തണം. അത് ഈ പറഞ്ഞതുപോലെ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഫർമേഷനൊക്കെ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടായിരിക്കും. അത് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു എമൗണ്ട് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ. ഇനി ഡിസ്കൗണ്ട് അലൗഡ് ടു ഡെറ്റേഴ്സ്. ഡിസ്കൗണ്ട് എവിടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? നേരത്തെ ഈ ഒരു അക്കൗണ്ടിൽ നമ്മളിതാ ഇവിടെ കണ്ടിട്ടുണ്ട് ഡിസ്കൗണ്ട് അലൗഡ്. അതിന് വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യനിൽ ഡിസ്കൗണ്ട് അലൗഡ് തന്നിട്ടുള്ളത്. അതല്ലാതെ അത് ബ്രാഞ്ച് അക്കൗണ്ടിൽ എവിടെ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് ക്യാഷ് പെയ്ഡ് ബൈ ഡെറ്റേഴ്സ് ഡയറക്റ്റ്ലി ടു HO ആണ്. എന്ത് എമൗണ്ട് നമ്മൾ ഹെഡ് ഓഫീസിലേക്ക് അയക്കുകയാണെന്നുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ ക്രെഡിറ്റ് സൈഡാണ് കാണിക്കേണ്ടത്. ഓക്കെ. ഈ എമൗണ്ട് നമ്മൾ കണ്ടെത്തേണ്ടത് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ആണ്. ഡെറ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് നമുക്ക് എത്ര കളക്ട് ചെയ്തോ ആ എമൗണ്ടാണ് നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പം അറിഞ്ഞിരിക്കുന്ന കാര്യം, ഡെറ്റേഴ്സ് നമുക്ക് തരാതെ ഡയറക്റ്റ്ലി ഹെഡ് ഓഫീസിലേക്ക് അയച്ചിരിക്കുന്ന എമൗണ്ടാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ ഡയറക്റ്റായിട്ട് കാണിക്കുക. 3000 രൂപ അവർ അയച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ 3000 അല്ല 10,000 റുപ്പീസ് അയച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ക്രെഡിറ്റ് സൈഡ് കാണിക്കണം. ഹെഡ് ഓഫീസിലേക്ക് എന്ത് എമൗണ്ട് പോയിട്ടുണ്ടെങ്കിലും അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ടതുണ്ട്. ഓക്കെ. ഇനി ബാഡ് ഡെറ്റ് റിട്ടേൺ ഓഫ്. ബാഡ് ഡെറ്റ് റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് കാണിക്കേണ്ടത്? അത് ബ്രാഞ്ച് അക്കൗണ്ടിലല്ല, ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മിസ്സിംഗ് ഫിഗർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടിട്ടുള്ളത്. ബാഡ് ഡെറ്റ് റിലേറ്റഡ് ടു ഡെറ്റേഴ്സിൻ്റെതായതുകൊണ്ട് നമ്മൾ ഡെറ്റേഴ്സ് അക്കൗണ്ടിലാണത് കാണിക്കുന്നത്, ക്രെഡിറ്റ് സൈഡിൽ. ഓക്കെ. ഇനി അടുത്തത് ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസ്. അത് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഫോർമാറ്റിൽ കണ്ടിട്ടുണ്ട്. ഏത് സൈഡ്? ഡെബിറ്റ് സൈഡ്. എന്ത്? റെൻറ്റ്, സാലറി, പെറ്റി ക്യാഷ്, പിന്നെ ആനുവൽ ഇൻഷുറൻസ്, അങ്ങനെ എന്തൊക്കെ നമുക്ക് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ഡെബിറ്റ് സൈഡ് കാണിക്കണം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഓരോ ഐറ്റം സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം. ഓക്കെ. ഇനി ഗുഡ്സ് റിട്ടേൺഡ് ബൈ ദ ബ്രാഞ്ച്. അതേത് സൈഡ് നമ്മൾ കാണിക്കേണ്ടത്? റിട്ടേൺഡ് ബൈ ദ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ റിട്ടേൺഡ് ടു HO തന്നെ, ബ്രാഞ്ച് തിരിച്ചയച്ചിരിക്കുന്ന എമൗണ്ട്. അത് നമ്മൾ ക്രെഡിറ്റ് സൈഡാണ് കാണിക്കേണ്ടത്. ബ്രാഞ്ചിലേക്ക് വന്നതാണെങ്കിൽ ഡെബിറ്റ് സൈഡ്, ബ്രാഞ്ചിൽ നിന്ന് അയച്ചിരിക്കുന്നതാണെങ്കിൽ ക്രെഡിറ്റ് സൈഡ്. ഓക്കെ. ഇനി ഗുഡ്സ് റിട്ടേൺഡ് ബൈ ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെറ്റേഴ്സ് നമുക്ക് തിരിച്ചയച്ചിരിക്കുന്ന എമൗണ്ട്, അതായത് സെയിൽസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഇൻവാർഡ്, ഇതിനെയാണ് ഈ പറയുന്നത്. ഓക്കെ. ഇത് ഹെഡ് ഓഫീസിലേക്ക് അയച്ചു എന്നല്ല പറഞ്ഞിട്ടുള്ളത്, ഡെറ്റേഴ്സ് ബ്രാഞ്ചിലേക്ക് അയച്ചിരിക്കുന്നതാണ്. അതായത് സെയിൽസ് റിട്ടേൺ ആണ്. ഈ സെയിൽസ് റിട്ടേൺ നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്? ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ്. ഇതാണ് ഈ അക്കൗണ്ടിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പേര് അതുപോലെ പഠിച്ചു വെക്കണം. ബ്രാഞ്ച് അക്കൗണ്ടിലത്തെ ആണെങ്കിലും ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ആണെങ്കിലും സ്റ്റോക്ക് അക്കൗണ്ടിലത്തെ ആണെങ്കിലും ഏതൊക്കെ ഐറ്റം എവിടെ എടുക്കുന്നു എന്നുള്ളതാണ് കറക്റ്റ് പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ 5000 രൂപ നമ്മൾ കാണിക്കേണ്ടത് ഡെറ്റേഴ്സിൻ്റെ അക്കൗണ്ടിലാണ് ഫോർ കാൽക്കുലേറ്റിംഗ് മിസ്സിംഗ് ഫിഗർ. ഇനി ഫേർണിച്ചർ ടു ബി ഡിപ്രിസിയേറ്റഡ് അറ്റ് 10%. അതാണ് നമുക്ക് ഈ ഒരു ഫേർണിച്ചറിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കാണാനുള്ള ഹിൻ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 40,000 ആണ്. ഓക്കെ. ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ എടുക്കേണ്ട കാര്യമില്ല, പക്ഷേ അതായത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കേണ്ട കാര്യമില്ല. പക്ഷേ ക്ലോസിംഗ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് കുറച്ചിട്ടായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അതായത് 40,000 രൂപയാണ് ഫേർണിച്ചറിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്നുണ്ടെങ്കിൽ 10% ഡിപ്രിസിയേഷൻ, അതായത് 40,000ത്തിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 4,000 രൂപ. ആ 4,000 രൂപ ഡിപ്രിസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 36,000 രൂപയെ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ഇതാണ് ഫേർണിച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഹിൻറ്റ്, അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കാണാനുള്ള ഹിൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഗുഡ്സ് ഓഫ് ദ വാല്യൂ ഓഫ് 2,000 were destroyed by the fire and insurance company gave 1,500 as compensation to the branch. Branch is instructed to remit all the cash received immediately to HO. ബ്രാഞ്ചിന് എന്തൊക്കെ കാര്യം കിട്ടിയിട്ടുണ്ടോ അതൊക്കെ HOക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ
വരെ കുറച്ച് ഗുഡ്സ് 2000 രൂപേൻ്റെ ഗുഡ്സ് ഡിസ്ട്രോയ് ആയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 1500 രൂപ അവർ ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയിട്ടുമുണ്ട്. ആ കിട്ടിയിരിക്കുന്ന എമൗണ്ടും ബ്രാഞ്ചിന് എടുക്കാനുള്ള എമൗണ്ട് അല്ല. അതെന്ത് ചെയ്യണം, ആ 1500 രൂപ സ്പോട്ടിൽ തന്നെ നമ്മൾ ഹെഡ് ഓഫീസിലേക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഹെഡ് ഓഫീസിന് അയച്ചതായിട്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഓക്കെ, ഇത്രയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി നോക്കാനുള്ളത് ഈ ഒരു പ്രീപെയ്ഡ് ഇൻഷുറൻസിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എങ്ങനെ കാണും എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് മിസ്സിംഗ് ഫിഗേഴ്സ് ഓരോന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൽ തന്നിരിക്കുന്ന വാല്യൂസ് നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലേക്ക് എന്തൊക്കെ ഐറ്റം എടുക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഡെറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ട് ക്യാഷ് സെയിൽസ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ് തന്നിട്ടുണ്ട്. അതിൽ ഡെറ്റേഴ്സിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷ് സെയിൽസ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ക്രെഡിറ്റ് സെയിൽസിലൂടെ മാത്രമേ ഡെറ്റേഴ്സ് ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് നമ്മൾ ഫോർമാറ്റിൽ പറഞ്ഞു, ഇതിൻ്റെ ഡെബിറ്റ് സൈഡ് കാണിക്കേണ്ട ഒരു ഐറ്റമാണ് സെയിൽസിൻ്റെ എമൗണ്ട്. ക്രെഡിറ്റ് സെയിൽസിൻ്റെ എമൗണ്ട് 2 lakh, ഈ 2 lakh കാണിച്ചു. പിന്നെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ് 50,000, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ് 60,000 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണിച്ചു. ഓപ്പണിംഗ് ബാലൻസ് 50,000, ക്ലോസിംഗ് ബാലൻസ് 60,000. പിന്നെ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് 2000. ഡിസ്കൗണ്ട് നമ്മൾ ഇതിൻ്റെ ക്രെഡിറ്റ് സൈഡ് 2000 കാണിക്കണം. പിന്നെ ബാഡ് ഡെറ്റ് പറഞ്ഞിട്ടുണ്ട്. ബാഡ് ഡെറ്റ് 3000 ആണ്. ബാഡ് ഡെറ്റ് നമ്മൾ 3000 കാണിക്കുന്നുണ്ട്. ഇനി ക്യാഷ് പെയ്ഡ് ബൈ ഡെറ്റേഴ്സ് ഡയറക്റ്റ്ലി ടു HO. അപ്പോൾ നമ്മൾ പറഞ്ഞു 10,000 രൂപ ഡെറ്റേഴ്സ് അത്ര തന്നെ എമൗണ്ട് നേരിട്ട് ഹെഡ് ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട്. അത്ര തന്നെ നമ്മൾ ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് കുറഞ്ഞു. അപ്പോൾ ആ എമൗണ്ട് നമ്മളിവിടെ 10,000 കാണിക്കണം. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് 10,000, അതായത് സെയിൽസ് റിട്ടേൺ ആയിട്ട് ഒരു 10,000 ഉണ്ട്. 5,000 ഉണ്ട്. അപ്പോൾ ആ 5,000 ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓപ്പണിംഗ് ബാലൻസസ്, ക്രെഡിറ്റ് സെയിൽസ്, ക്യാഷ്, അതായത് എത്ര രൂപ അവർ ക്യാഷായിട്ട് അടച്ചിട്ടുണ്ട്, ഡിസ്കൗണ്ട്, ബാഡ് ഡെറ്റ്, സെയിൽസ് റിട്ടേൺ, ക്ലോസിംഗ് ബാലൻസ്. നിങ്ങളിതിൻ്റെ ഫോർമാറ്റിൽ നോക്കുക, ഇത്ര കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലെല്ലാ കാര്യങ്ങളും ക്വസ്റ്റ്യനിൽ തരണമെന്നില്ല. ചിലപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ബാഡ് ഡെറ്റ് ഉണ്ടാവില്ല, ഏതെങ്കിലും ഇല്ലാതിരിക്കാം. എന്നാലും മാക്സിമം എന്തൊക്കെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടോ അതൊക്കെ നമ്മളിതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളിത് ബാലൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലുള്ള വാല്യൂ, ഇപ്പോൾ ഇതിൽ സെയിൽസും ഓപ്പണിംഗ് ബാലൻസും കൂടെ കൂട്ടിയാൽ 2,50,000 കിട്ടും. അതൊന്ന് ഇത്രയായിട്ട് നമ്മൾ കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് എത്രയാണ് ഈ ഒരു ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെറ്റേഴ്സ് എന്നുണ്ടെങ്കിൽ അത് ബാലൻസിങ് ഫിഗറായിട്ട് കിട്ടും. ഓക്കെ, ഇനി ചില ക്വസ്റ്റ്യനിൽ ഇത് നമുക്ക് തന്നിട്ടുണ്ടാകും, ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും കണ്ടെത്തേണ്ടത്. അപ്പോൾ നേരെ നമ്മൾ ഈ ഒരു ക്യാഷ് ഡയറക്റ്റ്ലി അവിടെ എടുത്ത് എഴുതുക, ബാലൻസിങ് ഫിഗറായിട്ട് കിട്ടുന്നത് ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും. അങ്ങനെ എന്താണോ നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ളത് അതായിരിക്കും നമുക്ക് ബാലൻസിങ് ഫിഗറായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ബാലൻസിങ് ഫിഗറായിട്ട് കിട്ടിയിരിക്കുന്നത് ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെറ്റേഴ്സ് ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്, ഇതാണ് നമുക്ക് കിട്ടേണ്ടതെന്ന്. അതുകൊണ്ട് ബാലൻസിങ് ഫിഗറിനെ നമ്മൾ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അതിൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ് ഒക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന ഇത്രയും ഇൻഫർമേഷൻ 75,000, 50,000, 10,000, 40,000, 1,200 ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. പിന്നെ അടുത്തത് തന്നിട്ടുള്ളത് ഔട്ട്സ്റ്റാൻഡിങ് സാലറീൻ്റെതാണ് 1000. അത് ലയബിലിറ്റിയാണ്, അതുകൊണ്ട് നമ്മൾ ലയബിലിറ്റി ആയിട്ട് കാണിച്ചു. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അടുത്ത് തന്നിട്ടുള്ളത് എന്താണ്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 2 lakh. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 2 lakh ഇവിടെ നമ്മൾ കാണിച്ചു. ഇനി നെക്സ്റ്റ് തന്നിട്ടുള്ളത് സെയിൽസിൻ്റെ ഇൻഫർമേഷനാണ്. സെയിൽസിൽ ക്യാഷ് സെയിൽസ് മാത്രമേ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് എടുക്കേണ്ടതുള്ളൂ. ക്രെഡിറ്റ് സെയിൽസ് ഓൾറെഡി നമ്മൾ ഡെറ്റേഴ്സിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലേക്ക് എടുത്തു. അപ്പോൾ ഈ ക്യാഷ് സെയിൽസ്, ക്യാഷിലൂടെ അല്ലെങ്കിൽ സെയിൽസിലൂടെ നമുക്ക് എത്ര ക്യാഷ് കിട്ടിയോ അതൊക്കെ നമ്മൾ ആർക്ക് കൊടുക്കണം, ഹെഡ് ഓഫീസിന് കൊടുക്കേണ്ട എമൗണ്ടാണ്.
അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അണ്ടറിൽ ക്യാഷ് സെയിൽസിൻ്റെ എമൗണ്ട് കാണിക്കാം 2 lakh. പിന്നെ എന്തൊക്കെ എമൗണ്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ഹെഡ് ഓഫീസിലേക്ക് കൊടുക്കണം. എന്തൊക്കെ എമൗണ്ടാണ് കിട്ടിയിട്ടുള്ളത്? ഇപ്പോൾ ബാലൻസ് ചെയ്ത് കിട്ടിയിരിക്കുന്ന 1,70,000. ആ 1,70,000. Then cash received from insurance company 1,500. റീഫണ്ട് അല്ലെങ്കിൽ ക്ലെയിം, ഇൻഷുറൻസ് ക്ലെയിം ആയിട്ട് കിട്ടിയിരിക്കുന്ന എമൗണ്ട്. അപ്പോൾ അത് ക്യാഷ് സെയിൽസ് എന്നുള്ള 2 lakh. ദെൻ ഡെറ്റേഴ്സിന് കളക്ട് ചെയ്തിരിക്കുന്ന 10,000, ഡയറക്റ്റ്ലി കളക്ട് ചെയ്തിരിക്കുന്ന ഈ 10,000. അതുപോലെ ബാലൻസിങ് ഫിഗർ ആയിട്ടുള്ള 1,70,000. ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് ക്ലെയിം ആയിട്ട് കിട്ടിയിരിക്കുന്ന 1,500 രൂപ. ഈ 4 എണ്ണമാണ് എന്തെന്ന് പറയുന്നത്? ബ്രാഞ്ച് തിരിച്ച് ഹെഡ് ഓഫീസിലേക്ക് അയച്ചിരിക്കുന്ന എമൗണ്ട്സ്. അപ്പോൾ ആ എമൗണ്ടൊക്കെ നമ്മൾ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ എമൗണ്ട് നമ്മൾ അയച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമ്മൾ അയച്ചതായിട്ട് കാണിക്കുന്നു. ഓക്കെ. ഇനി പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? നമ്മൾ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് പറഞ്ഞു. ഡിസ്കൗണ്ട് നമ്മൾ ഡെറ്റേഴ്സിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എടുത്തു. ക്യാഷ് പെയ്ഡ് ടു HO എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണിച്ചു. അതുപോലെ തന്നെ ഡെറ്റേഴ്സിൻ്റെ അക്കൗണ്ടിൽ എടുത്തു. ബാഡ് ഡെറ്റ് നമ്മൾ ഡെറ്റേഴ്സിൻ്റെ അക്കൗണ്ടിൽ എടുത്തു. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസ്. അതിൽ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് 4 നമ്മൾ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കേണ്ടത്. അതായത് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ എമൗണ്ട് അയച്ചിട്ടുണ്ടോ അതൊക്കെ. ഓക്കെ, 4 കാര്യങ്ങൾ നമ്മൾ കാണിച്ചു. പിന്നെ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് അതെവിടെയാണ് കാണിക്കേണ്ടത്? ക്രെഡിറ്റ് സൈഡാണ്. ഗുഡ്സ് റിട്ടേൺഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അക്കൗണ്ട് കാണിക്കേണ്ടത്. പക്ഷേ റിട്ടേൺ ചെയ്തിരിക്കുന്ന എമൗണ്ടാണ് നമ്മൾ കാണിക്കേണ്ടത്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ഉള്ളത് എന്താണ്? ക്ലോസിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സ് ആണ് കാണിക്കേണ്ടത്. അതുപോലെ ലയബിലിറ്റി. ക്ലോസിംഗ് ബാലൻസ് ഓഫ് അസറ്റ്സിൽ നമുക്ക് ഫേർണിച്ചറും അതുപോലെ പ്രീപെയ്ഡ് ഇൻഷുറൻസും തന്നിട്ടില്ല. ഫേർണിച്ചറിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് കാണിക്കേണ്ടത്? 40,000 രൂപ ഓപ്പണിംഗ് ബാലൻസ് ഉള്ളതിൽ 10% ഡിപ്രിസിയേഷൻ, 4,000 രൂപ ഡിപ്രിസിയേഷൻ കുറഞ്ഞാൽ 36,000 രൂപയായിരിക്കും ഫേർണിച്ചറിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് 36,000 രൂപ കാണിക്കാം. ബാക്കി 3 എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ പ്രീപെയ്ഡ് ഇൻഷുറൻസിൻ്റെ കേസാണ്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എത്രയാണ്? ആനുവൽ ഇൻഷുറൻസ് 2,400 ഓക്കെ. പക്ഷേ അത് നമ്മൾ അടച്ചിരിക്കുന്നത് ജൂൺ വരെയുള്ള എമൗണ്ടാണ്. നമ്മളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് മാർച്ച് 31 ഓക്കെ. അപ്പോൾ നമ്മൾ മാർച്ച് 31 വരെയുള്ള ഇൻഷുറൻസ് ശരിക്കും അടച്ചാൽ മതി. പക്ഷേ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ 6 മാസത്തേക്കാണ് സാധാരണ അടയ്ക്കുക, അതല്ലെങ്കിൽ 1 കൊല്ലത്തേക്കാണ്. ഇവർ ആനുവൽ ഇൻഷുറൻസ് ആയിട്ട് 2,400 രൂപ അടച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ജൂൺ വരെ കാലാവധി ഉണ്ട്. ഓക്കെ. അപ്പോൾ മാർച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര മാസത്തേക്ക് അടച്ചിട്ടുണ്ടോ അതൊക്കെ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ. ഈ മാർച്ച് 31, 2025 മാർച്ച് 31 വരെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ അണ്ടറിൽ വരുന്നുള്ളൂ. അടുത്ത April 1 മുതലുള്ളത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ആയി. അപ്പം ഏപ്രിൽ, അതുപോലെ മെയ്, ജൂൺ, ഓക്കെ, 3 മാസത്തേക്കുള്ളത് എക്സ്ട്രാ അടച്ചതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡ്യൂ ഡേറ്റ് തന്നിരിക്കുന്നതിൻ്റെ കാര്യം അതാണ്. ജൂൺ വരെയുള്ളത് അടച്ചിട്ടുണ്ട്. ജൂൺ എന്ന് പറയുന്നത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഭാഗമാണ്. മാർച്ച് കഴിഞ്ഞിട്ടുള്ള എത്ര മന്താണെന്നുണ്ടെങ്കിലും. അപ്പം മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ, മെയ്, ജൂൺ ഈ 3 മാസത്തേക്കുള്ളത് നമ്മൾ എക്സ്ട്രാ അല്ലെങ്കിൽ പ്രീ പെയ്ഡായിട്ട് ഇൻഷുറൻസ് അടച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് ഒരു അസറ്റാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പ്രീപെയ്ഡ് നേരത്തെ നമ്മളത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ളതും കൂടെ ഇക്കൊല്ലം അടച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീപെയ്ഡാണ്. ഓക്കെ. ഇത് ജൂൺ 30 ആയതുകൊണ്ടാണ്. ജൂൺ 1 ആണെന്നുണ്ടെങ്കിൽ അവിടെ 2 മാസത്തേക്ക് എടുക്കേണ്ടതുള്ളൂ. ഏപ്രിൽ, മെയ്. ജൂൺ 1 എന്ന് പറഞ്ഞാൽ ആ ജൂൺ കൂട്ടേണ്ട കാര്യമില്ല. അത് ജൂൺ 30 ആയതുകൊണ്ടാണ് നമ്മൾ ജൂണും കൂടെ കൂട്ടി 3 മാസത്തേക്കുള്ളത് പ്രീപെയ്ഡ് ആണെന്നുള്ളത് പറയുന്നത്. അപ്പോൾ 3 മാസത്തെ നമ്മളെങ്ങനെ കാണുക? ടോട്ടൽ 2,400 ആനുവൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. സോ ഡിവൈഡഡ് ബൈ 12, 200 രൂപയാണ് ഒരു മാസത്തെ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ 3 മാസത്തേക്കുള്ളതാണ് നമ്മൾ എക്സ്ട്രാ അടച്ചിട്ടുള്ളത് ഏപ്രിൽ, മെയ്, ജൂൺ. അപ്പോൾ ആ 3 മാസത്തേക്കുള്ള എക്സ്ട്രാ 600 എന്ന് പറയുന്നത്
പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആണ്. അറ്റ് ദി എൻഡ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ നമുക്ക് വന്നിരിക്കുന്ന പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറയുന്ന അസറ്റ് 600 ഓക്കെ. അതിന് ഇതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ബന്ധമൊന്നുമില്ല. ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ ആനുവൽ ഇൻഷുറൻസ് 2400 ആണെങ്കിൽ ഒരു മാസത്തേക്ക് 200 രൂപ. അങ്ങനെ നമ്മൾ എക്സ്ട്രാ അടച്ചിരിക്കുന്ന 3 മാസത്തേക്കുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 600 രൂപയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. ഏകദേശം ഒരു വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. മിസ്സിംഗ് ഫിഗേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, പലതരത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ടോട്ടൽ ക്രെഡിറ്റ് ടോട്ടൽ ചെയ്യുക, അതിൽ ഇത്രയും ബാലൻസ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് കിട്ടും. ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ഫർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതായിരിക്കും 1,39,000 എന്ന് പറയുന്നത്. ഓക്കെ.